നമ്മുടെ കെഫീലിൻ്റെ വണ്ടിയാണ് ആ കിടക്കണത്. ഒരാഴ്ച മുമ്പ് നോട്ടീസ് തന്നതാണ് എല്ലാ വീട്ടുകാർക്കും വണ്ടികൾ മാറ്റാൻ വേണ്ടിയിട്ട്. ഇവർ മാറ്റൂല. മിനിഞ്ഞാന്ന് ഇവിടെ പണി തുടങ്ങിയാണ്. അന്ന് മുതൽ ഇയാളോട് പറയലെടുത്താണ് വണ്ടി മാറ്റൂല. ഇപ്പം ലാസ്റ്റ് ചെക്കൻ്റെ വണ്ടി ഉള്ളിലുണ്ട്, അതും പുറത്തു വരാൻ പറ്റൂല. ഇയാളതും എടുക്കാൻ പറ്റാത്ത കോലായി. അവിടെ മാന്തി കഴിഞ്ഞു. ഇനി വണ്ടി അങ്ങോട്ട് പോകില്ല. ഇനി ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പണി കഴിയുന്നത് അന്ന് എടുക്കാം. ഇവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഇവർ രാവിലെ വന്ന് പണിക്കാർ കുറേ പറഞ്ഞു, കെഫീലിനെ വിളിച്ച് പറ, ലാസ്റ്റാണ് ഇത് വണ്ടി ഇവിടെ പണി ഞങ്ങൾ മുടങ്ങി കിടക്കുകയാണ്. നമുക്ക് ഫോൺ വിളിക്കാനേ പറ്റുള്ളൂ. ഫോൺ സ്വിച്ച് ഓഫാണ്. വീട്ടിലെ ബെല്ലടിച്ചാൽ പോലും വരില്ല. അതവിടെ സൈലൻ്റ് ആക്കിയിട്ടുണ്ടാവും. ആണ് പണി കഴിയണ അന്ന് വണ്ടി എടുക്കുക. അതുവരെ അവിടെ 2 വണ്ടി അവിടെ കിടക്കും. അല്ലാത്തവര് ഇനി അത് ചിലപ്പോൾ ഒരാഴ്ച ആവും, ചിലപ്പോൾ 2 ദിവസം 3 ദിവസം ആവും. എന്നാ കഴിയണീച്ച അന്ന് എടുക്കുക. ഇപ്പോൾ ചെക്കൻ്റെ വണ്ടിയുണ്ട് ഉള്ളിൽ, അതും എടുക്കാൻ പറ്റൂല. അപ്പോൾ 2 വണ്ടി ഇന്നലെ വൈകുന്നേരം കെഫീൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അവർ പറഞ്ഞിരുന്നു വണ്ടി എടുത്ത് മാറ്റണം, നാളെ ഇവിടെ മാന്തും, ഇവിടെ റോഡ് പൊളിക്കാനുള്ളതാണ്. അപ്പം മൂപ്പരത് ഈസിയാക്കി. മടിയാണ്, അതായത് ഇവർക്കൊരു അഹങ്കാരാണ്. ഒരു പറയുമ്പോഴത്തേന് കാറ് മാറ്റൂല. അല്ലെങ്കിൽ ഇപ്പം എന്താ വണ്ടി എടുക്കാൻ കഴിയൂല, അത്രേ ഉള്ളൂ. എത്ര പ്രാവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ടെന്നറിയോ. ഇപ്പം ഇന്നലെ മുതൽ പറഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ കുറേ ബെല്ലടിച്ചാലൊന്നും ഇവർ വരില്ല. പിന്നിപ്പോൾ നമുക്ക് ഫോൺ വിളിക്കാനേ പറ്റുള്ളൂ. ഫോൺ വിളിച്ചാൽ ഇവർ ഫോൺ എടുക്കണില്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പം ഇനി വന്ന ചെറുക്കൻ്റെ വണ്ടിയും തന്നൻ്റെ വണ്ടി അവിടെ കിടക്കൂല. വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ട്, വേറെ ഉണ്ടല്ലോ വണ്ടി. ആ വണ്ടിൻ്റെ ബാക്കൊക്കെ JCB തട്ടി അവിടെ ഇവിടെ ഒക്കെ സ്ക്രാച്ച് ചെയ്തു. ഇവരാദ്യം തന്നെ പറഞ്ഞതാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരോട് പറയണേ. അപ്പൊ ഇനി ഓലായി ഓല പാടായി. നമ്മള് പറയേണ്ടത് പറഞ്ഞു. നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തേലും ആട്ടെ. അപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ട് കെഫീല് വന്നിട്ടേ ഭയങ്കര ഒച്ചമ്പളി. മൂപ്പർക്ക് 1:30 പണിക്കോണെന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂർ കൊണ്ട് ആ പൈപ്പിട്ട് അവിടെ മാത്രം പൈപ്പിട്ട് പിന്നെ JCB കൊണ്ട് ഇപ്പം മണ്ണ് അവിടെ തൂർത്തും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂപ്പര് പറഞ്ഞു പണിക്കൂർ നിർബന്ധമാണ്. ഇന്നലെ മാറ്റാൻ പറഞ്ഞ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് പറഞ്ഞ തന്നെ ശരി. കണ്ടോ, മണ്ണിട്ട് മൂടി വണ്ടി പോലെ റെഡിയാക്കിപ്പോ അവിടെ മാത്രം പൈപ്പിട്ടു. ഇങ്ങനെ ഇതാണ് സംഭവം. നമ്മുടെ അയൽവാസിയാണെങ്കിൽ അയൽവക്കത്തെ സൗദിയായി ഒരു സഞ്ചി നിറയെ ഫുഡ് എന്തൊക്കെയെന്ന് അറിയില്ല. എന്താ ബർഗർ ഐറ്റംസ് എന്താണെന്നറിയില്ല. ചോറാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ തിന്നെന്നാ കഴിയ. എന്താ ഇത്? ചിക്കൻ ആണ്, അൽഫാം. ഇത് ചിക്കൻ. റൈസ്, മന്തി. ഇതെന്താണെന്നറിയില്ല. അതൊക്കെ പടത്ത് തിന്ന് കഴിയുമോ?